ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്ത തമിഴ്നാട്ടിൽ നിന്നുള്ള 27 മത്സ്യത്തൊഴിലാളികൾ ചെന്നൈയിൽ മടങ്ങി വന്നു. രാമേശ്വരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 32 പേരെയാണ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 ബോട്ടുകളും പിടിച്ചെടുത്തിരുന്നു. അവരൊക്കെ മടങ്ങി വന്നു എന്നാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും ടെലിഫോണിലുണ്ട്. ഗുഡ് മോർണിംഗ് റഹീസ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയ 27 മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ ചെന്നൈ എയർപോർട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. നേരത്തെ 32 മത്സ്യത്തൊഴിലാളികളെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തത്. ഈ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് കാട്ടി നടത്തിയ ഒരു അറസ്റ്റ് ആയിരുന്നു ഇത്. ഈ ഒരു മാസത്തിനിടെ 100 പേരെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി. രാമേശ്വരത്തൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഈ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് അടക്കം കത്തയച്ചു. ഒപ്പം BJP സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിൽ ഇടപെട്ടു. അങ്ങനെ പൊതുവായിട്ട് ഒരു വലിയ പ്രതിഷേധം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ശ്രീലങ്കൻ നാവികസേന ഇപ്പോൾ 27 പേരെ വിട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും 5 പേരെ വിടാൻ അവർ തയ്യാറായിട്ടില്ല. ഈ 5 പേർ പിടിച്ചെടുത്ത 5 ബോട്ടിന്റെ ഉടമകളാണെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെയോടെ 27 പേർ തിരികെ എത്തി. പക്ഷേ ഇപ്പോഴും പല ജയിലിലായിട്ട് കഴിയുന്ന 50-ലധികം പേരുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. നേരത്തെ അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് വിട്ടയക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ബോട്ടടക്കം പിടികൂടി വലിയ പിഴ അടക്കമാണ് ഇവർക്ക് നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനൊരു സ്ഥിരമായ നിയമം ഉണ്ടാകണം എന്നുള്ളത് കൂടി ഇവരുടെ ആവശ്യമാണ് SKN. ഓക്കെ, താങ്ക് യു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.